ആ നിഅമത്ത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആനാണ്. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് എന്തിനെണ്ടി കേട്ടെങ്കിൽ അത് ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങൾക്ക് നാണ് നിഅമത്തായി തന്നൽ പിന്നെ ഫഹദ്ദിസ്, ആ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തിൽ കാണുക സാധിക്കും. എങ്ങനെയാണത് ഞങ്ങൾ എടുത്തു ചൊല്ലെ, എങ്ങനെയാണ് അതിനെ ഞങ്ങൾ പ്രവർത്തിച്ച് കാട്ടേ? അയ്യഖറഅഹു, ഒന്നാമത്തതാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത്. വയുഖ്റിഅ ഗൈറഹു, ഓതിയിട്ട് ഓതുക തെരിയാത്ത ആൽമാർക്ക് അത് പഠിപ്പാട്ടി കൊടുക്കുന്നത്. വയുബയ്യിനു ഹഖായിഖഹു ലഹും, പരിശുദ്ധമായ ഖുർആനുടെ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങൾ ദുർവ്യാഖ്യാനങ്ങാക്കാണ്ട് ശരിയായ വ്യാഖ്യാനങ്ങൾ വെച്ചിട്ട് മനുഷ്യന്മാരെ മനസ്സ് വ്യക്തമാക്കി കൊടുക്കുന്നതാണ് ഖുർആൻ ചൊല്ല നിഅമത്ത്. പടച്ചറപ്പ് നമുക്ക് തന്നിൽ പിന്നെ അതിരൊട്ടിക്ക് ഞങ്ങൾ കാട്ടുനായ ബാധ്യത ചെന്നിട്ടു പരിശുദ്ധമായ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ആയത്ത് നമുക്ക് പഠിപ്പാട്ടിത്തണ്ട്. ഈ ഖുർആൻ മുഅ്മിനീങ്ങളെ ഉണ്ട് നമുക്ക് വലിയ മുസീബത്തും ടെൻഷനും സങ്കടവും ബേജാറും പണ്ടതിരെ ബാക്കിലുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ ഓതുന്നത് കുറഞ്ഞു പോയിട്ട് ചൊല്ലതാണ്. ഖിയാമന്നാലടുത്താവുമ്പോ ലോകത്ത് കുറെ നന്മങ്ങ യാറാവുണ്ടാകും. ഖിയാമന്നാലടുത്താവുമ്പോ ഇനൊരു ഭാഗത്തില് ലോകത്തിൽ കുറെ തിന്മങ്ങം യാറാവുണ്ടാണ്. ഉണ്ട് സ്വതക്ക കൊടുക്കുക ആൽമാരെന്തും കൊരടിയില്ല, സകാത്ത് കൊടുക്കുന്ന ആൽമാരെന്തും കൊരടിയില്ല, ചാരിറ്റി പ്രവർത്തനത്തിനെന്തും കൊരടിയില്ല, കുടുംബബന്ധം സ്ഥാപിക്കുകയും കുടുംബത്തങ്ങും ആഹാരത്തുപാട്ടകും ആഹാരം തിന്നുപാട്ടകും പണ്ടത്താണ്ടിയാറ ഇണ്ടത്തങ്ങാണ് ആ വിഷയത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഉണ്ട് ഓരോ റായത്തും ഹെജ്ജ് പള്ളിങ്ങ നിർമ്മാണമായിട്ടാണ് കണ്ടത്. ഉണ്ട് ഓരോ രായത്തിലും മദ്രസ വ്യവസ്ഥ അത് അച്ചുകട്ടായിട്ട് നടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. എല്ലാ മോത്തിലും പരിശുദ്ധമായ ഇസ്ലാമുടെ ശിആറും എല്ലാ മോത്തിലും പരിശുദ്ധമായ ഇസ്ലാമുടെ നടവളിക്കങ്ങും അത് ഇണ്ട് ലോകത്തിൽ ജീവിക്കുന്ന ഏകദേശ മുസ്ലിമീങ്ങ ഫോലോ അപ്പാക്കിടതായിട്ടാണ് കണ്ടത്. ഒരു ഭാഗത്തിൽ നന്മങ്ങ ആറായോണ്ടിക്കുമ്പോ ഇനൊരു ഭാഗത്തിൽ കള്ളു കുടിക്കിടങ്ങും വ്യഭിചരിക്കിടങ്ങും ജൂജാട്ടത്തെയും ബഡ്ഡിയുടെയും അതേപോലെ പെണ്ണുപിടിയും യാറായിട്ടുള്ള കാലമാണ്. പള്ളിങ്ങ നിർമ്മാണാവലോടുകൂടെ മദ്രസങ്ങ നിർമ്മാണാവലോടുകൂടെ ഇനൊരു ഭാഗത്തിൽ ആ പള്ളി നിർമ്മിക്കപ്പെട്ട റായത്തിൽ ഒരു മെജോറിറ്റി ഭാഗം വലിയ ബടക്കത്തറത്ത് കാണു പോയിട്ടുള്ളു. ലഹരി അഡിക്റ്റായ മുസ്ലിം റായങ്ങ ഇണ്ട് ഇല്ല ചൊന്നെങ്കിൽ അത്ഭുതമാണ്. അത്രമാത്രം ഉണ്ട് ലഹരിങ്ങ പടർന്നിട്ട് വേറെ വേറെ ടൈപ്പിലും ഗാഞ്ചവും ഡ്രഗ്സും ഒരു കാലത്തിൽ 2-3 പേര് കേട്ടോണ്ടിരുന്ന മാദക വസ്തുങ്ങ ഇണ്ട് 100 ആയിട്ട് മിഠായിങ്ങ പോലും ഒരു മനുഷ്യരെ കംപ്ലീറ്റ് ആയിട്ട് മസ്താക്കി തീർക്കടെ, ലഹരിയുടെ ലോകത്തേക്ക് എത്തുപാണ്ടി തീർക്കടെ, മനുഷ്യനല്ലാണ്ടാക്കി തീർക്കടെ ഒരവസ്ഥ കാണും ഇണ്ട് ലോകം എത്തിപ്പെട്ടുകൊണ്ടുള്ള. അല്ലാഹു സർവ്വ മുസീബാത്തുകളെ തൊട്ട് പ്രത്യേകിച്ച് ദീനിൽ വേണ്ട മുസീബാത്തുകളെ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ദുനിയാവിടെ മുസീബത്തുങ്ങൾ താത്കാലിക, അതെല്ലാം മരിക്കടത്തോലു മാത്രമാണ്. അതേ ടൈമിൽ ദീനിൽ വേണ്ട മുസീബത്ത് മരണത്തിൽ പിന്നെയും അനുഭവിക്കുള്ളതാണ്, ആഖിറത്തിൽ അനുഭവിക്കുള്ളതാണ്. അല്ലാഹു ആ മുസീബത്തിനെ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും മുഅ്മിനീങ്ങു ദുആർക്ക് ബേനായി പഠിപ്പാട്ടിയുണ്ട്. ഇന്നൊരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ പിന്നെ പടച്ചറബേ നമുക്ക് നീ ദീനിൽ മുസീബത്ത് തരണ്ട, അല്ലാഹ് ദീനിൽ നീ മുസീബത്ത് തരണ്ട റഹ്മാനെ ചൊന്നിട്ട് സ്വഹാബത്തൊട്ടിക്ക് ദുആർക്ക് പഠിപ്പാട്ടി കൊടുത്തോണ്ടിരുന്നിട്ടാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖിയാമത്ത് നാളുടെ അടയാളങ്ങൾ പലതും പഠിപ്പാട്ടി തരുമ്പോ ലോകത്തിൽ മുഅ്മിനീങ്ങൾക്ക് പണ്ട് ഖിയാമത്ത് നാളുമായി നോമ്പ് കൊരടിയില്ല. പണ്ട് കാലത്ത് നോമ്പ് കള്ളമാറിനാറ്, പണ്ട് കാലത്ത് പിന്നെ സിനിമ നോക്കൂടെ ആൽമാർ കൊരടിയുന്നാർ, അതേ ടൈമിലു നോമ്പ് കള്ളമാർ കൊരയുന്നാർ, അതേപോലെ നിസ്കരിക്കാത്ത ആൽമാർ കൊരയുന്നാർ. ഉണ്ട് അങ്ങനെയല്ല, ഉണ്ട് നിസ്കരിക്കിടാറ്, ഉണ്ട് നോമ്പ് നോക്കിടാറ്, ഉണ്ട് പള്ളി കെട്ടുക മുന്നോല് പണ്ടാറ്, ചാരിറ്റി പ്രവർത്തനത്തിന് മുന്നോല് പണ്ടാറ്, സംഘടനാ പ്രവർത്തനവുമായി മുന്നോല് പണ്ട് എത്രമാ പാലക്കാറുമാറുള്ള. അതെല്ലാം ഒരു ഭാഗത്തിൽ കുറെ ഹൈറാത്തുകൾ നടക്കുമ്പോ ഈ ലോകത്തിൽ ഖിയാമത്ത് നാൾ വരുമ്പോ മുറിഞ്ഞു പോണ്ട ഒരു ഏറ്റവും വലിയൊരു ഹൈറുണ്ട്. ആ ഹൈർ ഏതാണ്? പരിശുദ്ധമായ ഖുർആൻ
ഖിറാഅത്തുൽ ഖുർആനാണ്. ഖുർആൻ ഓതുര ചൊല്ലൊരു ജായമാനം പല ബാലക്കാർമാർക്കും നഷ്ടപ്പെട്ടു പോകും, പല ഹിരിയങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകും, പല ഉമ്മമാർക്കും നഷ്ടപ്പെട്ടു പോകും. പണ്ട് കാലമെന്ന് ആ കാലത്തിൽ ഖുർആൻ ഞങ്ങൾ ഉമ്മമാർ ഓതിയോണ്ടിന്നമേ സുബഹി നിസ്കാരത്തെ മുന്നോലാണ്. സുബഹി നിസ്കാരത്തെ മുന്നൊരു ഏകദേശ ഖുർആൻ ഒരു ജുസു 2 ജുസു ഓതി തീർത്തോണ്ടിരുന്ന ഉമ്മമാരിന്നാറ്. ആ ഓതുമ്പോ ചിലപ്പോൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും അവൻ അറിയാണ്ട് കന്നഡ തന്നെ വന്നോണ്ടിരുന്നു. അവക്കെന്തും മറന്നുപോയിട്ടില്ല. ഞങ്ങളെ തറവാട് അവൻ അയക്ക് സാക്ഷിയായതാണ്. ഇശായിൽ പിന്നമ സുബ്ഹാനല്ലാഹ് നിസ്കരിച്ചെങ്കിൽ ആ കുടുംബത്തെ യജമാനന്റെ നേതൃത്വത്തിൽ ആ ഔത്തുൽ ചിലപ്പോൾ ആ റായത്തിൽ പള്ളിക്കല ആ ഔത്തുലു യജമാനന്റെ നേതൃത്വത്തിൽ ഹദ്ദാദ് റാത്തീബിനടുക്കളെ ആ സുന്ദരമായ ദൃശ്യം ഇണ്ടും പല ഔത്തങ്ങളെ ജാലങ്ങം പല ഔത്തങ്ങളെ ജഗലിംഗം അതൊക്കെ സാക്ഷിയാണ്. പക്ഷേ ഇണ്ടെന്തുകട ചൊല്ലത് അത്ഭുതമാണ്. ഇണ്ട് ഇശായിൽ പിന്നെ ഒരു ഔത്തുലു ഹദ്ദാദ് റാത്തീബിനടുക്കളെ ചൊല്ലത് അത്ഭുതമാണ്. ഒരു ഔത്തുലു ഇണ്ട് സുബഹി നിസ്കരിച്ചിൽ പിന്നെ സൂറത്ത് യാസീൻ ഓതപ്പെട്ടു ചൊല്ലത് വല്ലാത്ത അത്ഭുതമാണ്. ഇനി ഓതരെങ്കിലും ആ ഔത്തുലു ഏറ്റവും വയസ്സായ ഉമ്മ കണ്ണാട്ടി വെച്ചിട്ട് ബഗ്ഗീട്ട് ഓതര ദൃശ്യം കാണുവല്ലാണ്ട് ബാലക്കാരും ബാലക്കാർത്തിയായിട്ടുള്ള പെണ്ണിങ്ങവും ആണിങ്ങവും ഇണ്ട് ഖുർആൻ ദൂരം വെച്ചിട്ട് ഷോക്കേസരെ സാധനമായി കാണുന്ന അവസ്ഥക്ക് ഖുർആൻ എത്തിപ്പെട്ടു പോയി. അവിടെയാണ് ഞങ്ങളെ എല്ലാ ദുരന്തങ്ങളും മുസീബാത്തും വന്നു പോയ. ടൈൽസ് ഗന്ധം കൊരടിയില്ല, ഗ്രാനൈറ്റും മാർബൽ ഗന്ധം കൊരടിയില്ല. ഞങ്ങളെ ഉത്തര പൈൻറ്റും ഞങ്ങളെ ഉത്തര ഏസിയും ഞങ്ങളെ ഉത്തര ബെഡ്ഷീറ്റും ഏറ്റവും വലിയ കുറവ് വന്നു പോയിട്ട് ഞങ്ങളെ കൽബുക്ക് നല്ലൊരു ബെഡ്ഷീറ്റ് കിട്ടിയോണ്ടില്ല, ഞങ്ങളെ കൽബുക്ക് നല്ലൊരു ബെഡ് കിട്ടിയോണ്ടില്ല, ഞങ്ങളെ കൽബുക്ക് നല്ലൊരു ഏസിയുടെ കാറ്റുക കിട്ടിയോണ്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ സമ്പൂർണമായി ഉണക്കായി പോയ കൽബോട് കൂടെയാണ് എന്റെ മനുഷ്യൻ പുറത്ത് മാത്രം പച്ചം പിടിച്ചിട്ട് ഉൽഗ സമ്പൂർണമായി ഉണക്കായി പോയ ഒരു ദൃശ്യത്തിലാണ് മനുഷ്യരുടെ ജീവിതം ഓടിയിട്ടുള്ളത്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ അതേ ടൈമിലും ആ പരിശുദ്ധമായ ഖുർആന്റെ മഹത്വം 1400 വർഷം മുന്നലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹൃദ്യമായിട്ടാണ് നമ്മൾ പഠിപ്പാട്ടി തന്നെ. അക്സിറൂ മിൻ തിലാവത്തിൽ ഖുർആനി ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളെ ഔത്തുൽ ഖുർആൻ ഓതുന്നത് യാറാക്കൂ. പല ദിക്റങ്ങും പല ഔറാദും മിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാറാക്കൂ ചെന്നിട്ടു ഔത്ര സംബന്ധിച്ചിട്ട് ചൊന്നത് പരിശുദ്ധമായ ഖുർആന്റെ ഓത്താണ്. ഇന്നൽ ബൈത്തല്ലദീ ലാ യഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഔത്ര ഖൈറങ്ങ കുറഞ്ഞു പോവും. വയക്സുറു ശർറുഹു, ഔത്ര അപകടങ്ങയാറായി പോവും. വയദീഖു അലാ അഹ്ലിഹി, ആ ഔത്ര ആൽമാരെ മനസ്സങ്ങ സങ്കുചിതമായി പോവും. പണ്ട് കാലം ചെറിയ മുളിയിട്ടവങ്ങ ഓടിട്ടവങ്ങ ആ ഔത്തിൽ നടക്കുന്ന ഒരു മങ്ങിലത്തുക വരുവാറും ഒന്നൊരു ഫാമിലി മെമ്പേഴ്സ്മാർ വന്നെത്തിപ്പെട്ടോണ്ടിരുന്നാറ്. ആ ഫാമിലി മെമ്പേഴ്സ്മാർ ചിലപ്പോൾ 50 100 50 100 ആൽമാരെ വരുവാറും നാഷ്ടവും ചോറും ആ ജാപത്തെ ചോറും നാഷ്ടവും കൊടുത്തിട്ടു സുധാരിച്ചോണ്ടിന്നെ കുടുംബങ്ങ എത്തും കൊരടിയില്ലല്ലേ. കീഴിൽ 3 ബെഡ്റൂം ഉണ്ടല്ലെങ്കിൽ 4 ബെഡ്റൂം ഉണ്ട്. മേല് സുബ്ഹാനല്ലാഹ് വിശാലമായ ഒരു ഹാളും ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്. പക്ഷേ മങ്ങിലത്തണ്ട് ആ ഔത്തുൽ ആരാണ് പണ്ടേ വന്നെങ്കിൽ ചിലപ്പോൾ എണ്ണപ്പെട്ട 10 ആൾമാർ മാത്രമാണ്. ഹാളുക വന്നിട്ട് ഹാളുക പോണ്ട ദൃശ്യമാണ്. എന്ത് ബന്ധങ്ങളെ സുധാരിക്കുന്നത് എങ്ങനെ ചൊല്ല ക്വശനാണ് ഇണ്ട് പല കുടുംബത്തിലും വന്നു പോയേ. ഇതുക്കുള്ള പ്രധാന കാരണം പരിശുദ്ധമായ ഖുർആൻ ഓത്ത് കൊരടിയായതാ. ആ ഔത്തുലുള്ള ആൽമാരെ മനസ്സിങ്ങ ചെറുതായി പോവൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ആ നായകൻ ചൊന്നത് ആ മഹാൻ ചൊന്നത് ഒന്നും കളവു ചെന്നിട്ട് ചൊല്ലുക സാധ്യമല്ല. ഓരോന്നും ഉണ്ട് ഞങ്ങളെ കണ്ണുകൊണ്ട് അനുഭവിച്ചുകൊണ്ടുള്ള, ഞങ്ങളെ തടി കൊണ്ട് അനുഭവിച്ചുകൊണ്ടുള്ള, ഞങ്ങളെ റായത്തിലേക്ക് നിങ്ങൾ ദൃക്സാക്ഷിയായോണ്ടുള്ള അല്ലാഹു തആല ഈ മുസീബത്ത് നിങ്ങളെ തൊട്ട് കാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതുമ്പോൾ റഹ്മത്ത് ഇറങ്ങേണ്ടതാണ്, ബറക്കത്ത് ഇറങ്ങേണ്ടതാണ്. ഹോട്ടലിന്റെ ബിസിനസ് നടത്തുകയില്ലേ, അതേ സൂപ്പർ സ്റ്റോർ നടത്തുകയില്ലേ, സൂപ്പർ മാർക്കറ്റ് നടത്തുകയില്ലേ, ഗ്യാരേജ് നടത്തുകയില്ലേ. സുബ്ഹാനല്ലാഹ്, പൈൻ്റെ സ്വർത്തുക്ക് പോണ്ടങ്ങയില്ലേ, കൂലി സ്വർത്തുക്ക് പോണ്ട ബാലക്കാർമാരില്ലേ. മുഅ്മിനീങ്ങളെ, ഞങ്ങൾ നടത്തുന്ന സ്റ്റോറിൽ ബറക്കത്ത് വേണ, ഞങ്ങൾ നടത്തുന്ന മാർക്കറ്റിൽ ബറക്കത്ത് വേണ, ഞങ്ങൾ എടുക്കുന്ന പണിയിൽ നല്ല ആപതും താകത്തും ആരോഗ്യം ഞങ്ങൾക്ക് കിട്ടണ. പരിശുദ്ധമായ ഖുർആൻ ഓതൂ.
ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആന്റെ പ്രഥമ സൂറത്തായി കണ്ട സൂറത്തല്ലേ സൂറത്തുൽ ബഖറ. ഈ സൂറത്തുൽ ബഖറ ജാവനേരത്ത് എഞ്ചിട്ട് സ്വഹാബത്ത് ഓതുമ്പോ സ്വഹാബത്ത് ഖുർആൻ ഓതുക കണ്ടെത്തിയോണ്ടിരുന്ന ടൈം അസറല്ല, ഉച്ചയല്ല. അങ്ങ് എല്ലാവരും ഖുർആൻ ഓതിയോണ്ടിരുന്നത് സുബഹി നിസ്കാരത്ത് മുന്നിലുള്ള ടൈമാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ആ ടൈമിൽ ഓതുന്ന ഖുർആനുക വല്ലാത്ത മഹത്വമാണ്. എന്ത് ശബ്ദം കേൾക്കുകയില്ല. ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. പാതിജാവുകിഞ്ചിട്ട് ഓതുന്ന ഖുർആൻ ഓത്തില്ലേ, അതൊരു ആക്റ്റീവുടെ ടൈമാണ്. മനസ്സിന് ഉണർന്നിക്കുന്ന ടൈമാണ്. ഇബാദത്തുക്ക് സൂട്ടായ ടൈമാണ്. സർവ്വ സ്വഹാബത്തും ഖുർആൻ ഓതുക തെരഞ്ഞെടുത്തോണ്ടിരുന്ന ടൈമാണ്. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പാതിജാവുക ഇങ്ങനെ ഓതിയോണ്ടിരിക്കുമ്പോ അയാൾ ഔത്ര പർത്ത് മോത്തിൽ കുതിര കെട്ടിയിട്ട് വെച്ചിര്. ഇത് ജാലത്തിൽ ഫറസു ഫസഖതത്. സുബ്ഹാനല്ലാഹ്. ഇയാൾ ഇങ്ങനെ ഖുർആൻ ഓതുക കേൾക്കുമ്പോ വല്ലാത്ത നല്ല ശബ്ദമാണ്. അയാൾ ഖുർആൻ ഓതുക പർത്തുള്ള കെട്ടിട്ട കുതിര ഇങ്ങനെ തുള്ളുക തുടങ്ങട്. ഈ ശബ്ദം മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹു കേക്കട്. മഹാൻ ഖുർആൻ ഓതുന്നത് നിപ്പാട്ടുമ്പോ കുതിര തുള്ളെടുതും അവിടെ നിണ്ടുകിട്ട്. പിന്നെയും അയാൾ ഓതുരു. അപ്പം കുതിര തുള്ളക തുടങ്ങട്. അപ്പം നിപ്പാട്ടി നോക്കിടൂ. സുബ്ഹാനല്ലാഹ്. കുതിരയും തുള്ളെടുത് നിപ്പാട്ട്. പിന്നെയും ഓതുരു. പിന്നെ ഇതേ സ്വഭാവമാണ് കാണ്ട്. ഉസൈദ് റളിയല്ലാഹു അൻഹു ഒന്ന് പുറത്തു പോകുത്തി വിചാരിക്കട്. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ഒരു വേള കുതിര ഇങ്ങനെ തുള്ളി വന്നുകൊണ്ട് കണ്ടെങ്കിൽ ആ കുതിരയുടെ മുട്ടം കിടന്നിട്ടുള്ള മോനില്ലേ യഹ്യ, ചിലപ്പോ യഹ്യയുടെ മേൽ ആ കുതിര ചവിട്ടിയിട്ട് മോന് മരിക്കുള്ള കാരണമായി തീരൂ. മഹാനതേ ധൈര്യം കേട്ടിട്ടൊന്ന് പുറത്ത് വന്ന് എന്തുകൊണ്ടാണ് ഈ കുതിരം തുള്ളുടെ എന്നിട്ട് പുറത്ത് വന്നിട്ട് റഫഅ റഅസഹു ഇലസ്സമാ ഹത്താ മാ യറാഹാ. ആകാശത്ത് കൊന്നു കണ്ണുത്താക്കി നോക്കുമ്പോ ഒരു പ്രകാശത്തെ കുമ്പിങ്ങനെ തക്കീല് പണ്ടതിങ്ങനെ കണ്ടോണ്ടുണ്ടു. മഹാന് പേടിച്ചിട്ട് ഖുർആനോത്ത് നിപ്പാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്ത് കാണും. എന്നിട്ട് കണ്ടതെല്ലാം നബി തങ്ങളുടെ ജന്തു നബിയെ ജാവുകിങ്ങനെ ഓതുമ്പോ ഞാനൊരു സംഭവത്തിന് സാക്ഷിയായ. അപ്പോഴാണ് നബി തങ്ങൾ അവിടെ ചൊല്ല് ഇഖ്റ ഇബ്നു ഹുദൈർ, ഇഖ്റ ഇബ്നു ഹുദൈർ. ഓ ഹുദൈറിന്റെ മോനായ ഉസൈദേ, നിക്ക് ഓത്ത് കണ്ടിന്യൂ ആക്കാൻ തല്ലേ, നിക്ക് ഓത്ത് കണ്ടിന്യൂ ആക്കാൻ തല്ലേ. അപ്പോഴാണ് മഹാൻ ചൊല്ല് ഫഅശ്ഫഖ്തു യാ റസൂലല്ലാഹ് അൻത യഹ്യാ. ഖുർആൻ ഓത്തുമാതിനാണ് കണ്ടിന്യൂ ആക്കിയിട്ടിരുന്നെങ്കിൽ നണ്ട ഊത്തിൽ കെട്ടിവെച്ച കുതിര തുള്ളിയിട്ട് നന്റെ മോനായ യഹ്യയുടെ ചവിട്ടി പോവന്ത് നബിയെ. അതുകൊണ്ടാണ് നാണ് ആ ഓത്ത് നിപ്പാട്ടിയെ. പിന്നെ ആകാശത്തിൽ വലിയൊരു പ്രകാശത്തെ കുമ്പുനാണ് കണ്ടുപോയ ആണ് വല്ലാണ്ട് പേടിച്ചു പോയ നബിയെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല് വതദ്രി മാദാകാ. ഉസൈദിന്റെ മോനെ, ഹുദൈറിന്റെ മോനെ, ആ പ്രകാശത്തെ കുമ്പുനിക്ക് എന്തിരേണ്ടു കൊന്തുണ്ടോ? മഹാനായ സഹാബി നബി തങ്ങളുടെ ജന്തു നബിയെ, നക്ക് കൊന്തില്ല നബിയെ. നബി തങ്ങളാണ് അപ്പോൾ പടിപാട്ടി കൊടുക്കൂടെ തിൽക്കൽ മലായികത്തു ദനത്തിൽ സൗതിക. നിന്റെ ഖുർആന്റെ ശബ്ദം കേട്ടിട്ട് നിന്റെ ഉത്തരമുട്ടം വന്ന മലായികത്തിന്റെ ഗുംപാണത്. വലൗ ഖറഅത ലഅസ്ബഹത യൻദുറുന്നാസു ഇലൈഹാ ലാ തതവാറാ മിൻഹും. ഉസൈദേ, ഒരു വേള നീ സുബഹി തോല് ഖുർആൻ ഓതിട്ടില്ലെങ്കിൽ ആ പ്രകാശത്തെ കൊമ്പ് നിന്റെ ഔത്തറ ജാലിക്കന്ത് സകല സ്വഹാബത്തും അത് കാണുക സാധിക്കന്ത്. മുഅ്മിനീങ്ങളെ, റഹ്മത്തും ബറക്കത്ത് ഇറങ്ങട് ചൊല്ലത് വെറുതെ അല്ല, അത് യഥാർത്ഥ രൂപത്തിൽ ഇറങ്ങട്. മുഅ്മിനീങ്ങളെ, ഞങ്ങളെ റായത്തിൽ ഖുർആൻ ഓത്ത് അധികരിക്കടാ, ഞങ്ങളെ ഔത്തിൽ ഖുർആൻ ഓത്ത് അധികരിക്കടാ. നിങ്ങൾ എഴുതി വെച്ചൊള്ളത് ചൊന്നത് അസ്സാദിഖുൽ
സാദിഖുൽ മസ്ദൂഖാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഖബറും കാട്ടിയിട്ട് ചെന്ന പലകമാണ് വഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദ്. എല്ലാരും ചൊല്ല എല്ലാ പലകം 100 ഒക്കെയല്ല. ഇല്ലാ ഫീ ഖൗലി സാഹിബി ഹാദൽ ഖബർ. ഈ ഖബറുടെ മനുഷ്യൻ ചൊല്ല ഖൗലില്ലേ, അത് വല്ലാത്ത പലകമാണ് മുഅ്മിനീങ്ങളെ, 100 ഒക്കെയാണ്. ആ ഖൗലിൽ ഒരക്ഷര പോലും തപ്പുകില്ല, ചെന്നത് ചെന്ന പോലെയാണ്. ആ നബിതങ്ങളാണ് പരിപാടി തന്നത്. തിലാവത്തുൽ ഖുർആനി തുഹസ്സിനുൽ അഖ്ലാഖ്. ഒരു മനുഷ്യരുടെ സ്വഭാവം നല്ലായി കിട്ടണം, മനസ്സിലെ ചതിങ്ങൊന്ന് പോയി കിട്ടണം, കലാട്ടങ്ങൊന്ന് പോയി കിട്ടണം. എല്ലാ ആത്മാരെയും നല്ലത് ബാരിക്കടെ നല്ല മനസ്സിങ്ങ വേണ. ഇപ്പുറത്ത് ആക്രമിച്ചവനു മാപ്പ് കൊടുക്കടെ നല്ല മനസ്സ് വേണ. ഇപ്പുറം ബന്ധം മുറിച്ചുകൊണ്ടിട്ടേക്ക് ബന്ധം സ്ഥാപിക്കടെ മനസ്സ് വേണ. തിലാവത്തുൽ ഖുർആനി തുഹസ്സിനുൽ അഖ്ലാഖ്. ഒരു മനുഷ്യരുടെ സ്വഭാവം നല്ലാക്കി തീർക്കടതാണ് പരിശുദ്ധമായ ഖുർആൻ ഓതരുത്. പിന്നെ മുഅ്മിനീങ്ങളെ, ഖുർആനുമായി വല്ലാത്ത ബന്ധം വെക്കട ആളില്ലേ, അവനു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ തെറുതപ്പി പോകുക സാധ്യമല്ല. എന്തേ കാരണം? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വാം. ഏറ്റവും ചൊവ്വായ ശരിയായ തെരുളു ഒരു മനുഷ്യരുടെ നിപ്പാട്ട് സാധനമാണ് പരിശുദ്ധമായ ഖുർആൻ. മുഅ്മിനീങ്ങളെ, ഈമാൻ തപ്പാണ്ടിക്കൊന, ഞങ്ങളെ ബറക്കത്ത് തപ്പാണ്ടിക്കൊന, ഞങ്ങളെ ഇഖ്ലാസ് തപ്പാണ്ടിക്കൊന, പടച്ചറബ്ബുടെ പേര് ഞങ്ങളെ മനസ്സിലെ തൊട്ട് തപ്പാണ്ടിക്കൊന. എങ്കിൽ അതിം തിലാവത്തുൽ ഖുർആൻ. അതുകൊണ്ടല്ലേ ഖുർആൻ പഠിപ്പാട്ട് അപ്പുമ്മയില്ലേ, മക്കളതിനെ ಬಗ್ಗೆ പ്രോത്സാഹിപ്പിക്കട അപ്പുമ്മയില്ലേ. അൽബസല്ലാഹു താജൻ ലിവാലിദൈ ഹാമിലിൽ ഖുർആൻ. ഖുർആൻ പഠിച്ചു പോയ മോന്, ആ മോനുക്ക് പഠിപ്പാട്ടി അപ്പുമ്മകും നാളെ ആഖിറത്തിൽ അല്ലാഹു വലിയ കിരീടം കൊടുത്ത് സമ്മാനിക്കണം എന്നിട്ട് ചൊന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകല സ്വഹാബത്തും ഒരു നാല് ഔത്ര പർത്ത് പറഞ്ഞുകൊണ്ട് കണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഓതാണ്ട് പർത്ത് പറലില്ല. ഒരു വേള പർത്ത് വന്നാറുണ്ട് കണ്ടെങ്കിൽ അണ്ടത്തനാലങ്ങനെ അഹ്സരനാലായിട്ടാണ് കണ്ടോണ്ടിന്ന്, ചനിതനാലായിട്ടാണ് കണ്ടോണ്ടിന്ന്, മുസീബത്തിലെ നാലായിട്ടാണ് കണ്ടോണ്ടിന്ന്. ഓ മുഅ്മിനീങ്ങളെ, ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, ഒരു മുഅ്മിൻ ജീവിതത്തിൽ എപ്പോഴും ഖുർആനുമായിട്ടുള്ള ബന്ധം മുറിക്കുനായ ചില ടൈമങ്ങ വന്നെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുള്ള പ്രയത്നം നടത്തുന്നു. ഉമ്മമാരെ, പെങ്ങന്മാരെ, റബിയത്തുൽ അദവിയ തീർത്ത ഖത്മിങ് എത്ര, അതേ നഫീസത്തുൽ മിസ്രിയ തീർത്ത ഖത്മിങ് എത്ര. താൻ മരിക്കുക പോണ്ട്, കിടക്കുക പോണ്ട്, ഖബറും തോണ്ടി വെച്ചിട്ട് 4000 ഖത്മ് തീർത്ത മഹദിയല്ലേ സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങൾക്ക് പോലും മസ്അലങ്ങ മഹാന്മാർ പരിപാടി തന്നില്ലേ. ഖുർആൻ ഓതകു തീരാത്ത, ഖുർആൻ തൊടകു തീരാത്ത കാലങ്ങ പറമ്പ് പോലും മനസ്സുകൊണ്ട് ഖുർആൻ നടത്തുന്നു. അതുമായിട്ടുള്ള ബന്ധം മനസ്സുകൊണ്ട് മുറിച്ചെറുകു തീരാ. ഇമാമുന ശഫഈ റളിയല്ലാഹു അൻഹു റമദാൻ ബന്തുണ്ട് കണ്ടെങ്കിൽ ഒരു 4 ഖത്മ തീർത്തോണ്ടിരുന്ന മഹാനാണ്. ഓ മുഅ്മിനീങ്ങളെ, അസാധ്യം ചൊല്ലുകെന്തും സാധ്യമല്ല. എന്തേ കാരണം? ഇണ്ടും ഞങ്ങളെ കൂടെ ജീവിച്ചുകൊണ്ടുള്ള പല ആൽമാർ റമദാൻ ബന്തുണ്ട് കണ്ടെങ്കിൽ ഒരു 4 ഖത്മ ഓതുന്ന ആൽമാർ തന്റെ പരിചയത്തിലുള്ള, തന്റെ സുഹൃത്തുക്കളെ കൂട്ടത്തിലുള്ള ഞങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നല്ലാക്കി തരണു അല്ലാഹ്. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ കാലത്തിൽ മരണപ്പെട്ടു പോയ ഖുറാതങ്ങൾ ഒരു റമദാൻ തീർത്തുകൊണ്ടിരുന്ന ഖത്മ എത്ര. ആ വല്ലാത്ത പ്രകാശ
പ്രകാശം പരത്തിയ ഈ റായത്ത് ഇൽമുടെ നേതൃത്വം തന്നെ താജുൽ ഉലമാ അങ്ങളെ ബിസിറടക്കും ഖുർആന്റെ ഖത്മ റമദാൻ കാലത്ത് തീർത്തതെത്ര ഇമാമുന ശാഫഈ ബാക്കിയുള്ള കാലത്ത് റളിയല്ലാഹു അൻഹു ഒരു ഖത്ം തീർക്കുമ്പോ റമദാൻ ബന്തുണ്ട് കണ്ടെങ്കിൽ രണ്ട് ഖത്ം തീർത്തോണ്ടിരുന്ന മഹാനാണ്. ആ മഹാനക്ക് പടച്ചറപ്പ് കൊടുത്ത ഭാഗ്യമാണ്. മരിക്കുകയാവുമ്പോ കൂടെയുള്ള ശിഷ്യന്മാർ ചുറ്റും നിന്നിട്ട് മഹാനായ ഇമാമുന ശാഫിയുടെ ചുറ്റുഭാഗത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതുക തുടങ്ങിയാർ. മുഅ്മിനീങ്ങളെ ചില ഇബാദത്തുമായി നല്ല ബന്ധം ഞങ്ങൾക്ക് വേണം. ചിലപ്പോൾ നല്ല വുളൂദായി മാക്കിട ആൽമാരിക്കുവാർ, ചിലപ്പോൾ തലയുടെ ടൊപ്പി മിസ്സാക്കാത്ത ആൽമാരിക്കുവാർ, ചിലപ്പോൾ നല്ല ദാനധർമ്മം കൊടുക്കുക ആൽമാരിക്കുവാർ, ചിലപ്പോൾ നബിതങ്ങളുമായി വല്ലാത്ത ബന്ധം വെക്കുക സ്വലാത്ത് ചൊല്ല ആൽമാരിക്കുവാർ, ചിലപ്പോൾ ഖുർആനുമായി ബന്ധം വെക്കുക ആൽമാരിക്കുവാർ. ഏത് ചെറിയ ചെറിയ അമലുമായി നല്ല ബന്ധവും മഹബത്തും വെച്ച് മുഅ്മിനുള്ളാനാ എങ്കിൽ ആ അമലുമായി ബന്ധപ്പെടുമ്പോഴാണ് മുഅ്മിനീങ്ങളെ ആ മനുഷ്യക്ക് നല്ല മരണം കിട്ടേ. ഉദൂദായിമാക്കിക്കൊണ്ടുള്ള ആൽമാർ നമുക്ക് ഉദൂവോട് കൂടെ മരിക്കുള്ള ഭാഗ്യം പടച്ചറപ്പ് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ ചെറിയ സുന്നത്ത് ഉപേക്ഷിക്കുള്ളതല്ല. ചില ആൽമാർക്ക് സുബ്ഹാനല്ലാഹ് തുംലിക്കുമ്പോ അൽഹംദുലില്ലാഹ് ചൊല്ലുക വല്ലാത്ത ഇൻട്രസ്റ്റ് ആണ്. അത് കേട്ടെങ്കിൽ ഇർഹമുകല്ലാഹ് ചൊല്ലുക വല്ലാത്ത ഇൻട്രസ്റ്റ് ആണ്. ചില ആൽമാർക്ക് ചില സുന്നത്തിനൊട്ടിക വല്ലാത്ത താല്പര്യമാണ്. ചില ആൽമാരുള്ളാർ കണ്ടവിടെയും നിണ്ടവിടെയും തെച്ചവിടെയും അസ്സലാമു അലൈക്കും ചൊല്ലാദത്തുള്ള ആൽമാർ. ഓ മുഅ്മിനീങ്ങളെ ചെറിയ ചെറിയ സുന്നത്തിനൊട്ടിക വെച്ച ബന്ധങ്ങ ഇത് ആഖിറത്തിലും ഞങ്ങൾ മരിക്കുക കിടക്കുമ്പം കിട്ടുന്ന ലാഭമാണ്. അതുമായി ബന്ധപ്പെട്ട് മരിക്കുള്ള ഭാഗ്യം പടച്ചറപ്പ് തണ്ട. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഖുർആനുമായി വല്ലാത്ത ബന്ധം വെച്ച ആളായതുകൊണ്ട് ആ മഹാൻ മരിക്കുക കിടക്കുമ്പോ ചുറ്റുമുള്ള ആൽമാർ ചുറ്റുമുള്ള ശിഷ്യന്മാർ ഖുർആൻ ഓതരുത് കേട്ടിട്ട് മരിക്കുക മഹാനക്ക് സാധിച്ചിട്ട്. മുഅ്മിനീങ്ങളെ ബുറുദാടെ സ്നേഹിക്കുന്ന ആൽമാരെത്ര, ഞങ്ങളുടെ മജ്ലിസിൽ വേണ്ട മുഹിബ്ബീൻ എത്ര. ഓ മുഅ്മിനീങ്ങളെ മനസ്സിലൊന്ന് കരുതരു, മരിക്കുമ്പോ ബുറുദ കേട്ട് മരിക്കുള്ള ഭാഗ്യം കിട്ടുന്നു. ഖുർആൻ ഓത്തൊന്ന് കേട്ട് മരിക്കുള്ള ഭാഗ്യം കിട്ടുന്നു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ ഖുർആൻ ചൊല്ലത് ചെറിയ വിഷയമല്ല. ഖുർആനിൽ ചിലപ്പോൾ യാസീൻ ഓതില്ലെങ്കിൽ ജീവന പര്യന്തം ഒരാൾ യാസീൻ ഓതിയില്ല എങ്കിൽ ശിക്ഷ കിട്ടല. ജീവന പര്യന്തം ഒരാൾ സൂറത്തുൽ വാഖിയ ഓതിയില്ല ശിക്ഷ കിട്ടല. ജീവന പര്യന്തം ഒരാൾ സൂറത്തു സജദ ഓതിയില്ല ശിക്ഷ കിട്ടല. സുന്നത്ത് ഉപേക്ഷിച്ച ചൊല്ലൊരു സംഗതി അവിടേക്കു അതേ ടൈമിൽ അതിന്റെ പേരിൽ ശിക്ഷ കിട്ടല. അതേ ടൈമിലാ മുഅ്മിനീങ്ങളെ ഒരു 4 പൂണേല് പാട്ട് ഓതുക നിർബന്ധമായ സൂറത്തുണ്ട്. അത് വിട്ട് മുഅ്മിനിക്ക് കളിയില്ല. നിർബന്ധമായ ഒരു സാധനം നിങ്ങൾ ആക്കുമ്പോ ചൊല്ലുമ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വ പഠിപ്പും ജീവിതത്തിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം ദുരന്തമാണ്. ആ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പൂണേല് പാട്ടും ഓതുക നിർബന്ധമായ സൂറത്താണ്. ഒരു 4 പൂണേല് പാട്ടമാണ്. സുബ്ഹാനല്ലാഹ് ഒരു വർഷത്തുകൊന്ന് കണക്കൂട്ടി നോക്കൂ. അല്ലാഹ് ഈ സൂറത്തുൽ ഫാത്തിഹ പോലും അതേ മഖ്റജകം തജ്വീദകം കൊന്തില്ലാണ്ട് ഓതുകുള്ള അവസരങ്ങൾ ഞങ്ങൾ കണ്ടെത്താണ്ട് കണ്ടെങ്കിൽ, മഖ്റജങ്ങൾ റെഡിയാക്കില്ലാണ്ട് കണ്ടെങ്കിൽ, തജ്വീദങ്ങൾ റെഡിയാക്കില്ലാണ്ട് കണ്ടെങ്കിൽ മക്കളെ ആലിമാക്കിയിട്ട് കാര്യമില്ല. അതേ മക്കളെ ഹാഫിളാക്കിയിട്ട് കാര്യമില്ല. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ഞങ്ങളെ പരിശുദ്ധമായ നിസ്കാരമില്ലേ പടച്ചറപ്പുട മുന്നിൽ മഖബൂലത്താവന എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ റെഡി വേണോ. കാരണം ഓതുക നിർബന്ധമായ സൂറത്താണത്. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഖുർആനുമായി വല്ലാത്ത ബന്ധം വെച്ച മഹാനാണ്. ഒരു 4 ജാബ് ഇശാ എല്ലാവരും നിസ്കരിച്ചിട്ട് എല്ലാവരും അതേ ഔത്തുക പോയപ്പാ മുഅദ്ദിനായ ഒരാള് പള്ളിയുടെ ലൈറ്റുകളെല്ലാം ഓഫാക്കിയിട്ട് കത്തുപാട്ടി വെച്ച ചിമിനിങ്ങം ഓഫാക്കിയിട്ട് അയാൾ അതേ ഔത്തുക പോയിട്ട് അബൂ
ഹനീഫ റളിയല്ലാഹു അൻഹു നിന്റെ നൃത്തത്തിൽ ഖുർആൻ ഓതുക തുടങ്ങിയിട്ട് പിന്നെ കൊന്തായത് പിറ്റാണ്ട് സുബഹിക്ക് മുഅദ്ദിനായ ഒരാൾ വന്നിട്ട് ചിമിനി കത്തുപാട്ടുമ്പോഴാണ് ജാവത്തെ ടൈം ഉറക്ക് കഴിഞ്ഞത്. ഖുർആനുമായി രസിച്ചു കൊന്തായില്ല. മുഅ്മിനീങ്ങളെ, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മോനായ ഹമ്മാദ് ഫാത്തിഹ സൂറത്ത് സമ്പൂർണമായി പഠിച്ചപ്പാ, അതിലെ മഖ്റജങ്ങ പഠിച്ചപ്പാ, അതിലെ തജ്വീദ് പഠിച്ചപ്പാ ആയത്തുൽ മുഅല്ലിമ 500 ദിർഹം, ആ പഠിപ്പാട്ടിയ മുഅല്ലിമുക്ക് 500 ദിർഹം സദഖ കൊടുത്ത മഹാനാൻ. ഒരു റിപ്പോർട്ടിലും 1000 ദിർഹം സദഖ കൊടുത്തിട്ടാണ്. ഈ ദിർഹം എന്നെങ്കിൽ എന്തിരെ മോമിനിങ്ങളെ, വെള്ളിയുടെ കോയിനാണത്. ഇതുപോലത്തെ 500 വെള്ളിയുടെ കോയിൻ സുബ്ഹാനല്ലാഹ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ഫാത്തിഹ പഠിപ്പാട്ടിയേക്ക് മാത്രം, മോനു ഫാത്തിഹ പഠിപ്പാട്ടിയേക്ക് മാത്രം ആ പഠിപ്പാട്ടിയ ഉസ്താദ് കൊടുത്തു. അപ്പോഴാണ് ആ ഉസ്താദ് കേക്കിടെ അങ്ങനത്തെ സ്വർണാനന്ദരാക്കിയ അബൂ ഹനീഫ ഇത് കേട്ടിട്ടാവുമ്പോ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മുഅല്ലിമടെ മുന്നിൽ ചൊല്ലു, ലാ തസ്തഹഖിർ മാ അല്ലംത വലദി, നന്റെ മോനക്ക് പഠിപ്പാട്ടി കൊടുത്ത ഫാത്തിഹയില്ലേ, ഇതിനെ നീ ചെറുതായി കാണണ്ട. വല്ലാഹി ലൗ കാന മഅനാ അക്സറു മിൻ ദാലിക ലദഫഅനാഹു ഇലൈക തഅദീമൻ ലിൽ ഖുർആൻ. നണ്ടൊട്ടിക്ക് വെറുവേടെ 1000 ദിർഹം ഡാണ്ടിയാറെ പൈസ നന്റെ കയ്യിൽ തീണ്ട് കണ്ടെങ്കിൽ നന്റെ മോനക്ക് ഫാത്തിഹ പഠിപ്പാട്ടിയതിന്റെ പേരിൽ അത് സമ്പൂർണമായി നിങ്ങൾക്കുനാണ് തന്ന് തീർക്കന്ത. അത് നിങ്ങളൊട്ടിയുള്ള ബഹുമാനമല്ല, ഖുർആനൊട്ടിയുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് ഖുർആൻ ഒന്ന് ഓതി നോക്കൂ. നിങ്ങൾ ആ സുബഹി നേരത്തൊന്ന് ഖുർആൻ ഓതി നോക്കൂ. അർത്ഥം കൊന്താവനുണ്ടെന്നില്ല മനസ്സറിയാണ്ട് ഞങ്ങളെ മനസ്സങ്ങ് പൊട്ടിപ്പോണ്ട്. മുഅ്മിനീങ്ങളെ, ഖുർആനുകളുടെ മാധുര്യമാണത്, ഖുർആനുകളുടെ പവറാണത്. ഇതുപോലെ ലോകത്തിൽ ഇനൊരു ഖുർആൻ ഇവിടെ ഇല്ല. അല്ലാഹുവിന്റെ കലാമാണത്, അല്ലാഹുവിന്റെ കലാമാണത്. വല്ലാത്ത മാധുര്യമാണേക്ക്, വല്ലാത്ത സ്വാദിഷ്ടമാണേക്ക്, വല്ലാത്ത അനുഭൂതിയാണേക്ക്. ഓതുന്നത് പോലെ ഓതിയാണ്ട് കണ്ടെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ടാണ് പല മഹാന്മാരും പണ്ട് കാലത്ത് തഹജ്ജുദ് നിന്റേണ്ട് കണ്ടെങ്കിൽ ഒരു റക്അത്തിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്ത് ഒരു റക്അത്തിൽ മാത്രം സൂറത്തുൽ ബഖറ ഓതി നിസ്കരിച്ചുകൊണ്ടിരുന്നാണ്. ഇണ്ട് നമുക്കത് ഊഹാക്കുക പോലും സാധ്യമല്ല. എന്റെ തറാവീഹിക്ക് പോകുമ്പോ അലംതരുടെ ബദലക്ക് വല്ലുഹാത്ത് തുടങ്ങിയെങ്കിലേ അതിന്റെ ಬಗ್ಗೆ പിറ്റാണ്ട് 2-3 മീറ്റിംഗ് നടക്കടി വല്ലുഹ ഓതന വേണ്ടേ. കേക്കട പോലത്തെ താക്കത്തും കേക്കട പോലത്തെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ട് ഒണ്ടേ തലലും താടിയിൽ ടൊപ്പിയും താടി ഉണ്ടല്ലാണ്ട് ഇവിടെ പച്ച പിടിച്ചിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് വണക്കായി പോയിട്ട് കുമ്പായി പോയിട്ട്. അതുകൊണ്ടാണ് അലംതറ ഓതുമ്പോ പിറ്റാണ് 3 മീറ്റിംഗ് നടക്കടേ. വല്ലുഹ ഓതുമ്പോ വല്ലുഹത്തെ തുടങ്ങണം പോയില്ല. അലംതറ ഓതെങ്കിൽ മയ്യാവലേ ഖത്തുമാത്ത് തീർക്കരണ്ട് കണ്ടെങ്കിൽ ആ ഫസ്റ്റ് 2 സഫ് ഭയങ്കര ആളാണ്, ഭയങ്കര ആൾ. മൂന്നാമത്തെ നാൾ 2 ആരായത്തെ കുഞ്ഞുമോനാക്കും ഉക്കറാക്കും താടി പോലത്തെ ആൾമാർ മാത്രമാണുള്ളത്. ബാക്കി ഒരു ബാലക്കാർമാരും അല്ലത്തിച്ചിട്ട് തറാവീഹിക്കല 28 തറാവീഹി ക്ലോസിറ്റ് 2 തറാവിയിൽ തീർത്തതാണ് റമദാൻ തീർത്ത് പോയിട്ട് എന്തിനാ കിടക്കട്ടെങ്കിൽ അങ്ങനെ കാരണങ്ങളുടെ ഭയങ്കര അതിന് കാരണം പിറ്റേ നെയ്പ്പുക പോകണ്ടേ സ്വത്ത് ആണ്. നെയ്പ്പുക പോകണ്ടേ വന്നിട്ട് പോയിട്ട് ഉറങ്ങിയാണ് ഒത്തുലോണു 12 ಗಂಟೆ ജാവത്തോലും ഓൻ ഒത്തി വെച്ചുണ്ട് ഏതിരെ മൊബൈലിൽ. പിന്നെ മൊബൈലിൽ ഇപ്പം എൻ്റെ 4 ಗಂಟೆത്തോലും 5 ಗಂಟೆത്തോലും നിങ്ങളെ കണ്ണടിങ്ങനെ ഓപ്പൺ ആക്കി വെക്കുന്ന സാധനം വന്നതാണ്. ഷോർട്സ് ചെന്നു ആ ഷോർട്സ് നോക്കുന്നുണ്ടെങ്കിൽ ഓൻ്റെ ജീവിതത്തിൽ ഓണു 10 അല്ല പോണെന്നല്ല ഓൺ അതിങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ട് ഓൻ്റെ കൈയുടെ ഇത് തല്ലിട്ട് പോയിട്ട് ആ സ്ക്രീൻ ഇങ്ങനെ തിരിച്ചിട്ട് ഷോർട്സ് ഓരോന്ന് നോക്കിയിട്ട് 10 ಗಂಟೆ തുടങ്ങിയ ഷോർട്സ് അത്തരത്തിൻ്റെ ഇട്ടേ നീ പോയിട്ടില്ല. അതേ ടൈമിൽ പള്ളിയിൽ ഖുർആൻ ഓതുമ്പോ ഖത്ം തീർക്കടയല്ലുമ്പോ വല്ലുഹാത്ത് തുടങ്ങടയല്ലുമ്പോ 2 മീറ്റിംഗ് ഓൺ സജീവായിട്ടിരുന്ന 2 മീറ്റിംഗ് ഭയങ്കര സജീവായിട്ടിരുന്ന എന്ത്
അതങ്ങനെ ഓതിയെങ്കിൽ ലാവല മൈലാര ഒരു റായത്തിൽ 6 കിട്ടർ 6 ബണ്ടാറ് 6 ബണ്ടിലുണ്ടല്ലോ എല്ലാവരും ബണ്ടാറ് 9 ബണ്ടില്ല ആ മീറ്റിംഗ് കൂട്ടർ 6 ബണ്ടിലാണ്ട് അർത്ഥം ബാക്കി നിങ്ങൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ഖുർആനുമായി താല്പര്യം കുറഞ്ഞു പോയ കാലമാണ് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ ദുനിയവിയായ വിഷയത്തിലോ ഒരു താല്പര്യം കൊരടിയില്ല വയറുന്നോരോടി ഉച്ചക്കും മീൻ കാച്ചത് വേണം ജാവകും നല്ല ടിക്കം അൽഫാമ വേണം ഒരു കൊരടിയില്ല നല്ല ടേസ്റ്റ് ഫുഡേ വേണം ഒരു വക്തിന് കരി മാത്തു ബാലയുടെ ദാല അല്ലെങ്കിൽ ടൊമാറ്റോയുടെ തന്നി മാത്തായി പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പ്ലേറ്റിങ് എറത് വേണം പറയിടത് വേണം എങ്ങനത്തെ പറച്ചൽ വേണമെങ്കിലും ഉണക്ക് പണ്ട് സ്വന്തം തടിയുടെ ബൽത്തരത്തിൽ സമ്പൂർണമായി മഗ്നമായി പോയ ഒരു കാലമാണിത് അതേ ടൈമിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ വിധത്തിലുള്ള വനക്കങ്ങ വന്നു പോയ കാലാണ് ബറക്കത്തുങ്ങ കുറഞ്ഞു പോയ കാലം അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ നമുക്ക് നിഅമത്തായി എടുത്തു ചൊല്ലുക സാധിക്കും അതിലെ ഒന്നാമത്തെ ഭാഗമാണ് ഖുർആൻ ധാരാളമായി ഓതുക ഭാഗ്യം കിട്ടുക ചൊല്ലുക ആ ഭാഗ്യം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും ആവുല്ലാവില്ല ചെന്നെങ്കിൽ ഏതും ദുനിയാവിലാവില്ല ആവുടാവുട് ചെന്നെങ്കിൽ എങ്ങനത്തതും ദുനിയാവിലാവിടും ഈ റായത്തിൽ നയിപ്പില്ലാത്ത എത്ര പാലക്കാർമാർ സൗദിക്ക് പോയിട്ടാകുമ്പോൾ എങ്ങനത്തെ സ്വരം വേണമെങ്കിലും എടുക്കിടാം ഈ ബയ്യമാറ നിങ്ങൾ നോക്കൂ ബയ്യമാറാക്കാത്ത സ്വരണ്ട എങ്ങനത്തെ സ്റ്റിച്ചിങ് നിങ്ങൾ വേണം ആ സ്റ്റിച്ചിങ് ആക്കിടാറുണ്ട് ഇവിടെ വന്നിട്ട് റായത്ത് വന്നിട്ട് ഞങ്ങൾ റായത്ത് വന്നിട്ട് എങ്ങനത്തെ മാർബിൾ ഗ്രാനൈറ്റ് സെറ്റാക്കി തരണം ആക്കിടാറ് ഇന്റീരിയർ ഏറ്റവും സൂപ്പറായിട്ട് ആക്കി തരണങ്ങാറ് ബയ്യമാർ ഔത്ര ഇന്റീരിയർ ഫർണിച്ചർ സെറ്റപ്പിൽ വേണം അതാക്കി തന്റെ പയ്യമാർ സകല ജാഗത്തിലും പയ്യമാർ ഞങ്ങൾ റായത്തിൽ പോയി പണിയെടുക്കാറ് കേട്ടെങ്കിൽ പണിയെടുക്കില്ല ഉടനെ പലയും ബാരിങ് ഉട പണിയെടുക്കില്ല സൗദി പോട്ടില്ല എങ്ങനത്തെ സ്വറ വേണമെങ്കിലാക്കുക റെഡിയുള്ള മുഅ്മിനീങ്ങളെ ഈ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധം ഞങ്ങൾ വെക്കുക സാധിക്കും ആവാത്തേതുമില്ല മനസ്സ് കാട്ടുന്നുണ്ട് മാത്രം മനസ്സ് ചില ടൈമുങ്ങ 24 ഗಂಟೆയിൽ ഒരു അരഗಂಟ പരിശുദ്ധമായ ഖുർആനുക വെക്കുക മനസ്സ് ഞങ്ങൾ കൊടുക്കണം ഒരു വേള ഇത് കൊടുത്തില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങെന്തായാലും ഉണക്കായി പോയ പിന്നെ പണ്ട് എല്ലാ മക്കളും ഞങ്ങളെ ജനറേഷനും പാരമ്പര്യങ്ങളും സമ്പൂർണമായി ഉണക്കായി പോകും അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ മുഅ്മിനീങ്ങളെ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദീസ് ഒന്നാമത്തെ നിഅമത്താണ് പരിശുദ്ധമായ ഖുർആൻ എന്നിട്ടാണ് ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ചൊല്ലെ ആ നിഅമത്ത് ഏറ്റവും വലിയ നിഅമത്തുടെ മുഅ്മിനീങ്ങൾക്ക് കിട്ടിയത് നബി തങ്ങളെ നബൂവത്താണ് ആ നബി തങ്ങളെ വേണ്ടതുപോലെ അംഗീകരിക്കുക ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു ആ നബി തങ്ങളെ വല്ലാണ്ട് മഹബ്ബത്ത് വെക്കുക ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ് നിഅമത്തുൽ ഉദ്മാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ ആ നിഅമത്തിനെ ಬಗ್ಗೆ ನಾವು പഠിപ്പാടി തന്നത് ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം മുഅ്മിനീങ്ങളെ ആഖിറത്തിൽ നിങ്ങളൊട്ടിക്ക് ഒരു വല്ലാത്ത നിഅമത്തിനെ കുറിച്ചൊരു ചോദ്യമുണ്ട് ആ വല്ലാത്ത നിഅമത്ത് ഏത് ഇമാമുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു പഠിപ്പാടി തന്നത് ആ വല്ലാത്ത നിഅമത്ത് നിഅമത്തുൽ ഉദ്മാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ മനസ്സിലാക്കുന്നത് എങ്ങനെ ആ നബി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത് എങ്ങനെ അത് പഠിപ്പാടി തന്ന നേതാക്കന്മാരാണ് അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളൊട്ടിക്ക് കാട്ടിയ മര്യാദ എത്ര ആ നബി തങ്ങളൊട്ടിക്ക് കാട്ടിയ ബഹുമാനം എത്ര നബി തങ്ങൾ സദസ്സ് പറമ്പോ അവിടെയുള്ള ആൽമാർ എഞ്ചിനുണ്ടാറ് നബി തങ്ങൾ ചൊന്തുനാണ് പറമ്പാറും എഞ്ചിനിക്കുന്നുണ്ടെന്നില്ല സുബ്ഹാനല്ലാഹ് പിത്യാന്റെ മജ്ലിസ് പറയുമ്പോ സ്വഹാബത്തുക പിന്നെയും എഞ്ചിനുണ്ടാറ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊന്തു നബിയേ നിങ്ങളെ പോലത്തെ വല്ലാത്തൊരു മുഖത്ത് കാണുമ്പോ എങ്ങനെയാണ് നബിയെ ഞങ്ങൾ ബഹുമാനിക്കാണ്ടിക്കടേ എങ്ങനെയാണ് നബിയെ ഞങ്ങൾ എഞ്ചിനിക്കാണ്ടിക്കടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനം സ്വഹാബത്തുക മനസ്സിലാക്കി ചൊന്നാറ് നബി തങ്ങൾ ഉളു എടുക്കുമ്പോ وكانوا يقتتلون لوضوء النبي صلى الله عليه وسلم നബി തങ്ങൾ ഉളു എടുത്ത് പൊട്ടെ ആ തന്നിയില്ലേ ആ തന്നിക്ക് പേനായിട്ട് പരസ്പരം ഉറുതും പിടിയും ആക്കിക്കൊണ്ടിരുന്ന ആൽമാരാണ് സ്വഹാബത്തുക ഇൻഷാ അല്ലാഹ് 10 മിനിറ്റിൽ
അസ്ഹരി ഉസ്താദ് സദസ്സുക പണ്ട് നല്ല വാദ് മാഷാ അല്ലാഹ് പേരോട് ഉസ്താദിനെ പോലെമേ ഞങ്ങളെ പേരോട് അസ്ഹരി ഉസ്താദും വാദ് നടത്തത് എല്ലാവരും ആ വാദുക്ക് സാക്ഷിയാവണു ഞങ്ങളെ മനസ്സിനെല്ലാം അല്ലാഹു തആല നല്ലാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുത്തെങ്കിൽ ആ വുളുടെ തന്നെ ഇട്ടുകുബേനായി സ്വഹാബത്ത് അപ്പുറം ഇപ്പുറം പരസ്പരം മൂന്തികൾ ചോണ്ടിനാറും നബി തങ്ങൾ ഒരു മോത്ത് തുപ്പമ്പമാ സുബ്ഹാനല്ലാഹ് പോയി കൈകാട്ട സ്വഹാബത്ത് എത്ര നബി തങ്ങൾ ഒരു ഫ്രൂട്ട് കൈവച്ചെങ്കിൽ ആ ഫ്രൂട്ട് എടുക്കുള്ള സ്വഹാബത്ത് എത്ര നബി തങ്ങൾ ഒരു മുടിയെടുത്തെങ്കിൽ ആ മുടി ശേഖരിക്കുകയും സംഗ്രഹിക്കുകയും സുബ്ഹാനല്ലാഹ് പിന്നെ അതിൽ ഓതി വെക്കുള്ള സ്വഹാബത്ത് എത്ര സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എത്ര മഹാന്മാരാണ് നാണ് മരിക്കുമ്പോ നബി തങ്ങൾ അശ്ശഅറുൽ മുബാറക് ആ പവിത്രമായ മുടി തന്റെ കഫന്റെ ഉൽഗ വെച്ച് തർന്നു ചെന്നിട്ട് വസിയത്താക്കി മരണപ്പെട്ട സ്വഹാബത്ത് എത്ര സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാടെ ഔത്തുക പോയി കിടക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി തങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോ വല്ലാത്ത ചൂട് കാരണം കൊണ്ട് നബി തങ്ങളെ അതേ തടിയിൽ ഇങ്ങനെ വേർപ്പ് പൊട്ടി പൊട്ടി പറകു തുടങ്ങിയിട്ട് ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ തടിയുടെ വേർപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു കുപ്പിലാക്കുള്ള പ്രയത്നം നടത്തിയോണ്ടുണ്ടു. അപ്പോഴാണ് നബി തങ്ങൾ ഉറക്കടെ സർത്താവിടെ യാ ഉമ്മ സുലൈം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ ചൊല്ലെ നബിയേ നൗകത്തറ പാനീയമാണ് സുഗന്ധദ്രവ്യത്തെ പാനീയമാണ് ഈ അത്തറിലേക്കും പോയി മാർക്കറ്റിൽ വിൽക്കടാ ഈ അത്തറിൽ ഓ നബിയെ ഞങ്ങളെ ഉള്ള എല്ലാ പെർഫ്യൂം ഇടാണ്ടി നല്ല പെർഫ്യൂമാണ് നബിയെ നിങ്ങളെ വേർപ്പു ആ വേർപ്പുഴ ഞങ്ങൾ ഈ കുപ്പിയിലാക്കിയിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ കൊമ്പോയി വിൽക്കട നബിയെ. ഓ മുഅ്മിനീങ്ങളെ നബി തങ്ങൾ തുപ്പിക്കൊടുത്തതിൽ ശമനം കണ്ട സ്വഹാബത്ത് അതേ തന്നെ ഇല്ലാണ്ടായപ്പാ വരകാലം വന്നു പോയപ്പാ സ്വഹാബത്ത് കങ്കാലായി വന്ന് എത്തിപ്പെട്ടുകൊണ്ടിരുന്ന നബി തങ്ങളെ മുന്നലാണ്. അവിടെ എവിടെയും നബി തങ്ങൾ നണ്ടുകൊണ്ട് ബറക്കത്തെടുക്കണ്ട ചൊന്നില്ല, അവിടെ എവിടെയും നബി തങ്ങൾ നണ്ടിട്ടിക്ക് കേക്കണ്ടാണ്ട് ചൊന്നില്ല, പടച്ച റബ്ബുടൊട്ട മാത്രം കേക്കുറയുന്നിട്ട് നബി തങ്ങൾ ചൊന്നില്ല. എല്ലാത്തും കാരണമാണ് ഈ ലോകം അസ്ബാബുൽ ആലമുൽ അസ്ബാബാണ്, എല്ലാം കാരണങ്ങൾ വെച്ചിട്ടുള്ളതാണ്. എന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കണോണ്ട് കണ്ടെങ്കിൽ ഈ മൈക്ക് പേര് മൈക്ക് കാരണമാണ്. ഓ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ തെക്കനോണ്ട് കണ്ടെങ്കിൽ ചെയറ് കാരണമാണ്, നിങ്ങളുടെ നടന്നു പറഞ്ഞോണ്ട് കണ്ടെങ്കിൽ ആരോഗ്യം കാരണമാണ്. സുബ്ഹാനല്ലാഹ് ഞങ്ങളെ ദാഹമൊന്നു തീർന്നു കിട്ടുക തന്നെ കാരണമാണ്, ഞങ്ങളെ പസിയൊന്നു തീർന്നു കിട്ടുക ചോറ് കാരണമാണ്, ഞങ്ങളെ ടെൻഷൻ ഒന്ന് തീർന്നു കിട്ടുക ഖുർആൻ കാരണമാണ്. ഏത് പസി തീരെങ്കിലും ഏത് ടെൻഷൻ തീരെങ്കിലും ഏത് താക തീരെങ്കിലും ഏത് ചയറ് വെച്ചെങ്കിലും ഏത് മൈക്ക് സൗണ്ട് എത്ത് പാട്ടെങ്കിലും ഇതെല്ലാത്തും കഴിവ് തന്നവന് ആര്? അല്ലാഹ്. ഈ വിശ്വാസത്തോട് കൂടെ ജീവിച്ച മുസ്ലിം സമൂഹമില്ലേ മുഅ്മിനീങ്ങളെ? ഈ വിശ്വാസത്തിന് ബുനാദിയിട്ട നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത എന്തെല്ലാം പവറുണ്ടാ ആ പവറുടെ ഏകദേശ ഭാഗം സ്വഹാബത്തിന് നബി തങ്ങൾ കാട്ടി കൊടുത്തു. അതുകൊണ്ട് സ്വഹാബത്ത് നബി തങ്ങളെ മുന്നിൽ പോയി സഹായം കേട്ടാറ് പലപ്പോഴും സഹായം കിട്ടിത്ത് മുഅ്മിനീങ്ങളെ. എത്ര ആൽമാരാണ് കടത്ത സങ്കടം പോയി ചൊന്നേ ആ കടം നാൻ ഏറ്റെടുത്താണ്ട് നബി തങ്ങൾ ചൊന്നില്ലേ, പിന്നെ തീർത്തു കൊടുത്തില്ലേ മുഅ്മിനീങ്ങളെ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നിട്ട് സങ്കടം ചൊന്നപ്പാ സൽമാനുൽ ഫാരിസിക്ക് സ്വന്തം കൈകൊണ്ട് 90 ഈത്തപ്പലം മരം നെട്ടുകൊടുത്ത നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പല മരത്തെ ശ്രേഷ്ഠത എന്തിരെ? എല്ലാ ഈത്തപ്പല മരങ്ങും ഒരു വർഷത്തിൽ ഒരു പാട്ടം മാത്രം ഫലം തരുമ്പോ സൽമാനുൽ ഫാരിസി നട്ടുകൊടുത്ത ഈത്തപ്പല മരമില്ലേ അത് വർഷത്തിന് 2 പാട്ടമാണ് ഫലം തണ്ടേ. നബി തങ്ങളുടെ കൈയുടെ ബറക്കത്താണ്. അതുകൊണ്ടാണ് ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു അതേ പടിപാടി തന്നെ കമബ്റാത്ത് വാസിബൻ ബില്ലംസി റാഹതുഹു വഅതുലഖത് അരീബൻ ബിർബഖത്തിൽ ലമമി. എത്ര മുസീബത്ത് പിടിച്ച ആൽമാര് കാണ നബിയെ തങ്ങളെ കൈ ഒന്ന് സ്പർശിച്ചപ്പോ ശമനം കിട്ടി
പോയേ. അബൂ ഹുറൈറ നബി തങ്ങളെ മുന്നിൽ വന്നില്ല നബിയെ, വല്ലാത്ത മറവിയുണ്ട് നബിയെ. നെഞ്ഞുകൊന്ന് തടകി കൊടുത്തു മുഅ്മിനീങ്ങളെ. ആ മറവി രോഗം ശമനമായി പോയിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ നബി തങ്ങൾ യമനിക്ക് ഖാദിയായി കടത്തുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തിരിച്ചപ്പുറം കേടുത്തു നബിയെ, നിന്റെ ഖാദിയായി കടത്തുറക്കു ശരി, പക്ഷേ നാണെങ്ങനെയാണ് വിധിക്കര നബിയെ, നാണെങ്ങനെയാണ് ഫത്വ കൊടുക്കുക നബിയെ. ഒന്നും അറിയാത്ത അലി ഇബ്നു അബീ ത്വാലിബ് എങ്ങനെയാണ് നബിയെ ഖാദിയായി പോണ്ടേ? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബിനെ നെഞ്ചിൽ കൈവച്ചിട്ട് അതേ അല്ലാഹു തആലയുടെ ദുആർക്കടെ പടച്ച റബ്ബേ, അലി ചൊല്ലതെല്ലാം നീ ശരിയാക്കി കൊടുക്കണം അല്ലാഹ്, നീ സവാബാക്കി കൊടുക്കണം അല്ലാഹ്. നബി തങ്ങളെ കൈയുടെ ബറക്കത്താണ്, ദുആയുടെ ഫലമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് യമനിക്ക് പോയി വിധിച്ച സർവ്വവിധിയും അത് ശരിയായി പോയിട്ട് മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ ഇതുപോലെയാണ് സർവ്വ സ്വഹാബത്തും കണ്ടേ, പിന്നെ വന്ന മഹാന്മാരും കണ്ടേ. അതുകൊണ്ടാണ് പല മുഹദ്ദിസീങ്ങളും നബി തങ്ങളെ ഹദ്റത്ത് എത്തിപ്പെട്ടപ്പാ നമുക്കൊരു പൈച്ചിട്ടാവുമ്പോ ഹോട്ടലിൽ പോയതല്ല, നബി തങ്ങളെ ഹദ്റത്തിന് മുന്നിൽ നിന്നിട്ട് ഇബ്നു ഹിബ്ബാൻ പോലത്തെ വലിയ മുഹദ്ദിസീങ്ങ നബി തങ്ങളെ റൗളാ ശരീഫിന്റെ ദറീഹയുടെ മുന്നിൽ നിന്നിട്ട് അതേ ഒരു വിളിയാണ് നബിയെ, സുബഹിത്തെ നാഷ്ടമില്ല, ഉച്ചട ചോറില്ല, വല്ലാത്ത പസി വൈത്തുക വന്നു പോയിട്ട് നബിയെ ഒന്ന് നാഷ്ടം തരുന്നു നബിയെ. സർവ്വ മുഹദ്ദിസീങ്ങളും നബി തങ്ങളെ കാവൽ തേടിയില്ലേ മുഅ്മിനീങ്ങളെ? അങ്ങ് വിളിച്ചിട്ടൊന്ന് കിടക്കുമ്പോ അങ്ങ് എണിക്കുമ്പോ അവിടെ അതാ ഒരു സന്ധി പത്തിരുമായിട്ട് അവിടെയുള്ള അറബികൾ ഒന്നൊരു വന്നില്ലേ, വന്നു ചൊന്നില്ലേ, നിങ്ങൾ നബി തങ്ങളൊട്ടിക്ക് നാഷ്ടത്ത് കാവലാതി കൊടുത്തുന്നാറാ, നാഷ്ടത്തുള്ള ഓർഡർ കൊടുത്തുന്നാറാ എങ്കിൽ ആ നബി തങ്ങൾ ഞങ്ങളൊട്ടിക്ക് വന്ന് ചൊന്തു. അതേ നന്റെ പ്രിയങ്കരനായ ഒരാള് അതേ പസീൽ ഇങ്ങനെ തെക്കുമ്പോ നിങ്ങൾ എന്തൊരു ഔത്തുല്ലിക്കിടെ അവണക്ക് കൊമ്പോയി ചോറ് കൊടുക്കൊരു, അവണക്ക് കൊമ്പോയി നാഷ്ടം കൊടുക്കൊരു ചെന്നിട്ടു നബി തങ്ങൾ നക്കരെ ചൊന്തത് കൊണ്ടാണ് ഈ സഞ്ജിയുമായി ഇബ്നു ഹിബ്ബാനെ നിങ്ങളെ മുന്നിൽ എത്തിപ്പെട്ടെ. ഇതുപോലെ ലൈവായിട്ടുള്ള എത്ര സഹായമാണ് മുഅ്മിനീങ്ങളെ. ഇണ്ടും ആ നബി തങ്ങളെ മനസ്സറിഞ്ഞ് വിളിക്കണമാ, ആ നബി തങ്ങളെ മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളണമാ, ആ നബി തങ്ങളുമായി മഹബ്ബത്ത് യാറാക്കുള്ള സ്വലാത്തുക ചൊല്ലണമാ, എങ്കിൽ സഹായം റെഡിയാണ്. ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, ഈ കാലം മനസ്സ് നിയന്ത്രിക്കുക പറ്റാത്ത കാലമാണ്, തടിനെ നിയന്ത്രിക്കുക ആവാത്ത കാലമാണ്, പോണ്ട കാലമാണ്, ബട്ടിയുടെ പിന്നാലെ പോണ്ട കാലമാണ്, സുബ്ഹാനല്ലാഹ് കള്ളുടെ പിന്നാലെ പോണ്ട കാലമാണ്, ലഹരികടിക്റ്റായ കാലമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ കാലത്തിൽ മനസ്സൊരു നിയന്ത്രണം വേണം, ഞങ്ങളെ തടിക്കൊരു നിയന്ത്രണം വേണം. ഒരു കണക്റ്റിംഗ് കൊണ്ട് അത് മദീനത്തുകാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിയുമായിട്ടുള്ള കണക്റ്റിംഗ് ആണ്. ചൊന്നത് ഇബ്നു ഹജറിൽ ഹൈതമിയാണ്. ഇന്നത്തെ കാലത്തിൽ ഞങ്ങളെ തടിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ നേതാവാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ സർവ്വ ഔലിയാക്കന്മാരും ഔലിയാക്കന്മാരായത്, സർവ്വ മഹാന്മാരും മഹാന്മാരായത് നബിതങ്ങളുമായിട്ടുള്ള കണക്റ്റിംഗ് കൊണ്ടാണ്. ആ നബിതങ്ങളുമായി കണക്റ്റിംഗ് വെച്ച സർവ്വ മഹാന്മാരും സ്വലാത്ത് അധികരിപ്പിച്ച സർവ്വ മഹാന്മാരും ദോഷങ്ങളെ തൊട്ട് രക്ഷപ്പെട്ടു പോയാർ. പടച്ച റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണോ അല്ലാഹ്. ഒലിമ്പാമത്തെ വാർഷികത്ത് കാണാൻ ഞങ്ങളെ ബുർദ ഫൗണ്ടേഷൻ എത്തിപ്പെട്ടേ. ഇക്കാലം വരെ ഒരേ മുഅ്മിനീങ്ങളെ മനസ്സുക നബിതങ്ങളെ മദ്ഹ് പാടുക ഈ ഫൗണ്ടേഷനിക്ക് സാധിച്ചിട്ട് ഇക്കാലം വരെ ഖുർആന്റെ ഹൃസ്വമായ ആശയത്ത് പാടുക പടച്ച റബ്ബ് നമുക്ക് സാധിപ്പിച്ചു തന്ന അല്ലാഹ് നീ കബൂലാക്കണോ അല്ലാഹ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദീസ്. ഈ പടച്ച റബ്ബ് തന്ന നിഅമത്തില്ലേ ഇതിനെ എടുത്തു ചൊല്ലുന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ എടുത്തു ചൊന്നെ. അല്ലാഹു ഞങ്ങളുടെ എല്ലാ നിഅമത്തും ദായിമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട പേരോട് സഹരി ഉസ്താദ് അവர்கள் വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ബുർദ ഫൗണ്ടേഷൻ
കഴിഞ്ഞ 9 വർഷങ്ങളായി നടത്തിവരുന്ന ബുർദ മജ്ലിസും അതുപോലെ സ്പിരിറ്റ് ഓഫ് ഖുർആൻ എന്ന പേരിലുള്ള പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിൻ്റെ ആ ഓരോ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്ന ഒരു സംരംഭമാണ്. അതിൻ്റെ 9ാമത്തെ വാർഷികത്തിലാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് കുറേ വർഷങ്ങളായി ധാരാളം ഖുർആൻ പ്രഭാഷകന്മാർ ഇവിടേക്ക് വന്നിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. വാർഷികത്തിലേക്ക് പ്രത്യേകിച്ച് പല മഹത്തുക്കളായ പ്രാസംഗികന്മാർ ഇവിടെ എത്തലുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പേരോട് അസ്ഹരി ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവറുകൾക്ക് ബുർദ ഫൗണ്ടേഷന്റെ വകയായി മോമിനീങ്ങളുടെ വകയായി എല്ലാവിധ ഹൃദ്യമായ സ്വാഗതങ്ങൾ നേരുന്നു. അൽഹംദുലില്ലാഹ് ഈ ബുർദ ഫൗണ്ടേഷൻ ഇനി മുമ്പിൽ കാണുന്ന വലിയൊരു പദ്ധതിയുണ്ട്. മൂടുബിദിർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മഹാരാഷ്ട്രത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ വലിയ മെഡിക്കൽ കോളേജുകളുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുള്ള ഒരു വിദ്യാഭ്യാസപരമായി വലിയ മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായ ഒരു നാടാണ് ഈ മൂടുബിദിർ എന്ന് പറഞ്ഞത്. ഇവിടെ പഠിക്കാൻ വരുന്ന ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ, അവർ മെഡിക്കൽ പഠിക്കുന്നവരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകണമെന്ന വലിയ ആഗ്രഹമുണ്ട്. ഒരു ഭാഗത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ നൗഫൽ സഖാഫി കളസ് ഉസ്താദിന്റെ സ്ഥാപനം നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അൽ മഫാസ് വളരെ ഉഷാറായി നടക്കുന്നുണ്ട്. അത് ഉമൻസ് ആയിട്ടും ചെറിയ കുട്ടികൾക്കുള്ള പഠനവുമായി അത് മുന്നോട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരിസരത്തിലേക്ക് വരുന്ന ഭൗതിക താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക ബോധം ഇട്ടുകൊടുക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ പൈസ ഇൻഷാ അല്ലാഹ് റമദാൻ ആകുമ്പോഴേക്ക് നമുക്ക് കൊടുത്തു തീർക്കാനുമുണ്ട്. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഉസ്താദുകൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടുകൂടെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ബുർദ ഫൗണ്ടേഷന്റെ ചെയർമാനായിട്ടുള്ള കാവൽക്കട്ട ഹസ്രത്ത് വന്നിരുന്നു. നമുക്കൊക്കെ നസീഹത്തുകൾ തന്ന് എമർജൻസിയായി പോകാനുള്ളത് കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കാവൽക്കട്ട ഹസ്രത്ത് ഇൻഷാ അല്ലാഹ് ഈ അടുത്തായിട്ട് ദുബൈയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതേപോലെ ബുർദ മജ്ലിസിലേക്ക് എല്ലാ മാസവും വാർഷികത്തിനടക്കം നേതൃത്വം നൽകുന്ന ത്വാഹ തങ്ങൾ ഉസ്താദ് ഇൻഷാ അല്ലാഹ് വരുന്ന മാസങ്ങളിലായി സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതൊക്കെ ബുർദ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനങ്ങൾക്കുള്ള ഭാഗമായിട്ടാണ്. അല്ലാഹു ആ യാത്രകളൊക്കെ നമുക്ക് വിജയിപ്പിച്ച് തരട്ടെ. അപ്പോൾ ഇവിടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഈ ഒരു സമയങ്ങൾ ഞാൻ ഉപയോഗിച്ചത്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ ധാരാളം ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്. ഈ മജ്ലിസിന് വേണ്ടി എല്ലാ മാസവും അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ യുവാക്കളുണ്ട്. അതുപോലെ ഈ മജ്ലിസിൽ എല്ലാ മാസവും വന്നു ചേരുന്ന ഇതുപോലെയുള്ള മുത്തു മുഅ്മിനീങ്ങളുണ്ട്. ഉമ്മമാര് ധാരാളമുണ്ട്, പെങ്ങന്മാർ ധാരാളമുണ്ട്. അവരൊക്കെ എല്ലാ മാസവും ഈ മജ്ലിസുമായി വല്ലാതെ സഹകരിക്കുന്നുണ്ട്. ഈ മജ്ലിസ് മാസം നടക്കുമ്പോൾ വലിയ ചെലവുകൾ വരുന്നുണ്ട്. ആ ചെലവുകളൊക്കെ നമുക്ക് താങ്ങാൻ ഇക്കാലം വരെ സാധിച്ചത് ഉമ്മമാരെ കൊണ്ടാണ്. അവരാണ് നമുക്ക് ചീർണിക്ക് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബുർദ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾക്ക് പിന്നെ നൽകുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു അതിനൊക്കെ സാധിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഖൈറാത്തുകൾക്ക് സാക്ഷിയാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ വേദി ഇൻഷാ അല്ലാഹ് ഈ ബുർദ ഫൗണ്ടേഷന്റെ 9ാം വാർഷികം ഇതിന്റെ മുഖ്യ പ്രഭാഷകനായി എത്തിയിട്ടുള്ള മൗലാന പേരോട് അസ്ഹരി ഉസ്താദ് അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ദീനി ഖിദ്മാത്തുകൾക്കുള്ള നല്ല തൗഫീഖുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് അവരെ